ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ച് തന്നതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ഓക്കെ, ഇന്ന് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഇന്നത്തെ എനർജി എന്താണ്? വ്യൂവേഴ്സിനെ പ്രതി, വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് എനർജിയിൽ കൂടിയാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ കടന്നു പോകുന്നത്? പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗിവ് മീ. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. എന്തായിരുന്നാലും പോസിറ്റീവ് എനർജിയാണ് കടന്നു വന്നിരിക്കുന്നത്. വാവ്, എല്ലാം പോസിറ്റീവ് എനർജിയാണ് കടന്നു വന്നിരിക്കുന്നത്. ഓക്കെ, അഫർമേഷൻ ചെയ്യുക. ഓവറോൾ എനർജി വന്നിരിക്കുന്നത് കിങ് ഓഫ് സോഡാണ്. ഓക്കെ, പ്ലീസ് ഗിവ് മീ. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ്ങിനായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. താങ്ക് യു. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 1, 12, 3, 7, 8, 10, 1, 13, 4, 9, 8, 3. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന എർത്ത് സൈൻ വന്നിട്ടുണ്ട്, ഫയർ സൈൻ, എയർ സൈൻ വന്നിട്ടുണ്ട്. കപ്പിൻ്റെ സൈൻ വന്നിട്ടില്ല. ഓക്കെ, കപ്പിൻ്റെ സൈൻ, വാട്ടർ സൈൻ വന്നിട്ടില്ല. അത് വരും, ഇനി വരും. അപ്പം ഇവിടെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ജെമിനി, ലിബ്ര, അക്യൂറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ഓക്കെ, വാട്ടർ സൈൻ വന്നോളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എന്തുകൊണ്ടാണ് ഏസ് ഓഫ് വാൻസ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഏസ് ഓഫ് വാൻസ് വന്നിരിക്കുന്നത്? ദ വീൽ ഓഫ് ഫോർച്യൂൺ. നിങ്ങൾക്ക് ഇതുവരെയും സമയം അനുകൂലമല്ലായിരുന്നു എങ്കിൽ ഈ വീഡിയോ കാണുന്ന സമയം മുതൽ നിങ്ങൾക്ക് സമയം അനുകൂലമായിരിക്കുന്നു. ഇതുവരെയും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങളും അടിയും വഴക്കുമായിരുന്നു എങ്കിൽ, നിങ്ങൾക്ക് വേണ്ടത്ര പ്രയോറിറ്റി തരാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയമായി വന്നിരിക്കുകയാണ്. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഏസ് ഓഫ് വാൻസും കൂടിയാണ്. രണ്ടും പോസിറ്റീവ് കാർഡാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഗ്രോത്ത് ഉണ്ടാകാൻ പോകുന്നു. യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, നിങ്ങൾ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ് ഇത് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേബിളായിട്ട്, നിങ്ങളുടെ പേഴ്സണിൽ നിന്നും സ്റ്റേബിളായിട്ട് ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ പൂർണ്ണമായിട്ടും അകന്നു നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ഓർക്കുകയും നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ മനസ്സുകൊണ്ട് വിചാരിക്കുകയും ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ. നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്. ചില വ്യക്തികൾ പൂർണ്ണമായിട്ടും നിങ്ങളടുത്ത് മോശമായി സംസാരിച്ച് തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്ത് പോയിട്ട് എല്ലാ വഴികളും അടഞ്ഞ അവസ്ഥയിൽ കൂടി ചില വ്യക്തികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ, ആ വ്യക്തികൾക്ക് നിങ്ങളുടെ പേഴ്സൺ കുറ്റബോധത്തോടു കൂടി നിങ്ങളെ ഓർക്കുന്ന സമയമാണ് ഇപ്പോൾ. ഓക്കെ, ഇതുവരെയും അവരുടെ സമയം മോശമായ രീതിയിലായതുകൊണ്ട് നിങ്ങളുടെ നല്ല കാര്യങ്ങൾ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ സമയം അനുകൂലമായി വന്നിരിക്കുന്നത് കൊണ്ട്, ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്താണെങ്കിലും ശരി, അവരുടെ ഭാഗത്താണെങ്കിലും ശരി, സമയം അനുകൂലമായി വന്നതുകൊണ്ട് നിങ്ങൾ ചെയ്തിരുന്ന നല്ല കാര്യങ്ങൾ, നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്തപ്പോൾ അവരുടെ ലൈഫിലുണ്ടായ ഗ്രോത്തുകൾ എന്തെന്ന് അവർക്ക് ഇപ്പോൾ ഈ ഒരു സമയം മനസ്സിലാക്കുവാൻ അവരുടെ ഉൾക്കണ്ണ് ഈ ഒരു സമയം തുറന്നിരിക്കുന്നു. ഇതുവരെയും നിങ്ങൾ ചെയ്ത നന്മകളൊക്കെ കൊണ്ട് അവർ മറ്റൊരു വ്യക്തിയോടൊപ്പമാണ് പോയതെങ്കിൽ, ഇപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കുന്ന സമയമാണ് ഇപ്പോൾ ഉള്ളത്. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് വാൻസ് വന്നിരിക്കുന്നത്? എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു. ഓക്കെ, ചില വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ കോളോ മെസ്സേജോ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതൊരു സ്നേഹ സംഭാഷണമായിരിക്കില്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് കോളോ മെസ്സേജോ ഉള്ള ഒരു 101% ചാൻസും ഉണ്ട്. ഓക്കെ, പക്ഷേ അതൊരു സ്നേഹ സംഭാഷണമല്ല എന്ന് നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ തങ്ങളിൽ വഴക്കിടാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ സംസാരിക്കുന്നത് സൂക്ഷിച്ച് സംസാരിക്കുക. വഴക്ക് കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രശ്നമുണ്ടാകാതെ നിങ്ങളുടെ വാക്കുകളെ നിങ്ങൾ സൂക്ഷിക്കുക.
പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ സ്റ്റാർ വന്നിരിക്കുന്നത്? എംപററാണ് വന്നിരിക്കുന്നത്. വീണ്ടും അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് മറ്റ് ചില വ്യക്തികൾ വന്നോ എന്നുള്ള കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം ഭയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇതുവരെയും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളാണ് നിങ്ങളുടെ പേഴ്സണെ എന്തെങ്കിലും കാര്യത്തിൽ കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിലെ കുറിച്ച് നിങ്ങളാണ് വഴക്കിട്ടിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ഹൃദയം കൊണ്ട് ഒരു വെപ്രാളവും ആദിയും ഒക്കെ കൂടുകയാണ്. കാരണം നിങ്ങളിപ്പോൾ കൂടുതൽ സ്റ്റാറായി കഴിഞ്ഞു. നിങ്ങൾ അഫർമേഷൻ ചെയ്യുന്നത് എന്താണോ നിങ്ങളത് നേടിയെടുക്കുന്ന ഒരു വ്യക്തിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഏഞ്ചൽസ് ബ്ലെസ്സിങ് എല്ലാം നിങ്ങളുടെ ലൈഫിലേക്കുണ്ട്. നിങ്ങളിപ്പോൾ പഴയതുപോലെ കരഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയല്ല. നിങ്ങളെല്ലാം ബാലൻസിങ്ങിൽ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾ അവർക്ക് സ്പേസ് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ പിറകെ ചെന്ന് അവരുടെ കാര്യങ്ങളിലേക്ക് ഇടപെടുന്നില്ല. അപ്പം നിങ്ങളുടെ പേഴ്സൺ അന്വേഷിക്കുകയാണ് എന്ത് പറ്റി, ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ആൾക്കാർ നിങ്ങളുടെ ലൈഫിലുണ്ടോ, തേർഡ് പാർട്ടി ഉണ്ടോ എന്നുള്ളൊരു ഭയത്തോടു കൂടി നിങ്ങളുടെ പേഴ്സൺ നോക്കുകയാണ്. ചിലപ്പോൾ അതേ ചൊല്ലി നിങ്ങളുമായിട്ട് ചില സംസാരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങളിപ്പം എൻജോയ് ചെയ്ത് സന്തോഷിച്ച് മറ്റുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ശരി തന്നെ ഇന്ന ദിവസം നിങ്ങളുടെ ഫ്രണ്ട്സുകൾ നിങ്ങളെ കാണാനുള്ള കാണുന്നുണ്ട്. 3 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് പുറത്ത് പോകാനൊക്കെ ഉള്ള പേഴ്സൺ എന്ന നാവിൽ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ചില വ്യക്തികളുടെ പേഴ്സണുമായിട്ട് നിങ്ങളിന്ന് പുറത്ത് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒരുപക്ഷെ കുറച്ച് റൂഡായിട്ട് സംസാരിക്കുന്നു, പ്രവർത്തിക്കുന്നു എന്നുള്ളത് മാത്രമായിരിക്കും. അവർക്ക് പ്രണയം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിയാത്ത വ്യക്തിയായിരിക്കും. ഉള്ളുകൊണ്ട് സ്നേഹിക്കുന്ന വ്യക്തിയാണ്, എങ്കിലും അത് പ്രകടമായുള്ള സ്നേഹം നിങ്ങൾക്ക് തരാത്ത ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ പേഴ്സൻ്റെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ച് ഒരു ഭയമുണ്ട്. നിങ്ങൾ മറ്റെവിടെയെങ്കിലും പോകുമോ, മറ്റാരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ വരുമോ എന്നുള്ളൊരു ഭയം കൂടി ഉണ്ട്. കാരണം നിങ്ങൾ എല്ലാ കാര്യങ്ങളും ബാലൻസിങ്ങിൽ കൊണ്ടുവന്നിരിക്കും. നിങ്ങളുടെ പേഴ്സണെ ഇപ്പോൾ നിങ്ങൾ ചേസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ നോക്കുന്നു, ഒരു സംശയത്തോടു കൂടി നോക്കുന്നു. ഓക്കെ, ചിലപ്പോൾ അതിൻ്റെ പേരിൽ എന്തെങ്കിലും വഴക്കുകളോ മറ്റോ സംസാരിക്കാൻ ഇടയുണ്ട്. നിങ്ങളുടെ വാക്കുകളെ സൂക്ഷിക്കുക. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ പേജ് ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ പേജ് ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത്? ഹെയറോഫെൻറ്റിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചില വ്യക്തികളുടെ ഉപദേശം സ്വീകരിച്ചിരിക്കുകയാണ്. കുറച്ച് നോളജ് ആയിട്ടുള്ള വ്യക്തികളുമായിട്ട് സംസാരിച്ചു. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ളൊരു ധാരണ നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു സമയത്ത് ലഭിച്ചിരിക്കുന്നു. അപ്പം നിങ്ങളിലേക്ക് കടന്നു വരണം. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണ്. എല്ലാം ബാലൻസിങ്ങിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ചില വ്യക്തികൾ അഡ്വക്കേറ്റിനെയോ മറ്റോ കണ്ടു കാണും. അപ്പോൾ അഡ്വക്കേറ്റിൻ്റെ ഒരു സംസാരത്തിൽ കൂടി നിങ്ങളുമായിട്ടുള്ള റിലേഷൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ച് ഒരു ധാരണ ലഭിക്കുകയും നിങ്ങളെ ഒന്ന് കാണാനും അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു സംസാരത്തിൽ വരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം ഓർക്കുന്നുണ്ട്. ഓക്കെ, കേസുള്ള വ്യക്തികൾക്കാണ്, അവർക്ക് പോസിറ്റീവായിട്ട് വന്നിരിക്കുന്നു. ചില മുതിർന്ന ആൾക്കാർ സംസാരിച്ച് നിങ്ങളുടെ പേഴ്സണെ ഒരു നല്ല രീതിയിൽ കൺവിൻസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുകയും പഴയ കാര്യങ്ങളെല്ലാം ബാലൻസിങ്ങിൽ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഫോട്ടോ, മെസ്സേജ് ഇതെല്ലാം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഓർക്കുന്നുണ്ട്, എടുത്ത് നോക്കുന്നുണ്ട്. ഓക്കെ, ആരുടെ ഭാഗത്താണ് തെറ്റ് ശരി എന്നുള്ളത് വേർതിരിച്ച് അറിഞ്ഞിരിക്കുന്നു. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ എംപ്രസ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ എംപ്രസ് വന്നിരിക്കുന്നത്? ഇവിടെ എല്ലാ സോഡിയാക് സൈനും വന്നിട്ടുണ്ട്. ഓക്കെ, എംപ്രസിൽ ഓൾ സോഡിയാക് സൈൻ വന്നിട്ടുണ്ട്. ഈ രാജകുമാരിയുടെ കിരീടത്തിൽ 12 സോഡിയാക് സൈനെ സൂചിപ്പിച്ചുകൊണ്ടുള്ള രത്നങ്ങളാണ് പതിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സോഡിയാക് സൈൻ വന്നില്ല എന്ന് പറയേണ്ട, ഇവിടെ വന്നിട്ടുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇതോടെ എംപ്രസ് വന്നിരിക്കുന്നത്? മജീഷ്യനാണ് നിങ്ങളുടെ പേഴ്സൺ. ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് മജീഷ്യനായിട്ടാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കുന്നത് അത്ര സ്ട്രോങ് ആയി കഴിഞ്ഞിരിക്കുന്നു.
നിങ്ങൾ മാനസികമായി ബലപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഗ്രോത്ത് ഉണ്ട് എന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ദൈവികമായ ഒരു സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്, നിങ്ങൾ ഒരുപാട് കെയറിങ് നേച്ചറുള്ള വ്യക്തിയാണെന്നും ഒക്കെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഇപ്പം നിങ്ങളുടെ പേഴ്സണെ കഴിഞ്ഞ് നല്ലൊരു വ്യക്തിയെ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം ചിന്തിക്കുന്നുണ്ട്. മജീഷ്യനായിട്ടാണ് നിങ്ങളെ കാണുന്നത്. നിങ്ങൾക്ക് എന്തും അട്രാക്റ്റ് ചെയ്തെടുക്കാനുള്ള ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട് എന്ന് ചിന്തിക്കുന്നു. എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും ആകാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു എനർജി. ഓക്കെ, ചിലപ്പോൾ നിങ്ങളായിരിക്കും തിരിച്ചങ്ങോട്ട് ചിന്തിക്കുന്നത് നിങ്ങളുടെ പേഴ്സണെ എന്തും അട്രാക്റ്റ് ചെയ്തെടുക്കാനുള്ള ഒരു ശക്തി ഉണ്ട് എന്നുള്ളത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ 8 ഓഫ് വാൻഡ്സ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളോട് വന്ന് നിങ്ങളുടെ പേഴ്സൺ ഒരു മാപ്പ് പറയുന്ന അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവർ ചെയ്തു പോയ തെറ്റുകൾക്ക് അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചു പോയി, അവർ ചെയ്തത് ശരിയായിരുന്നില്ല, എടുത്തുചാട്ടം കൊണ്ട് സംഭവിച്ചത് അല്ലെങ്കിൽ അവർ സെലക്ട് ചെയ്തത് ജീവിതത്തിൽ ഒരു നാശമായി പോയി എന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളടുത്ത് വന്ന് പറയാനുള്ള സാധ്യത എത്രയും പെട്ടെന്ന് തന്നെ സംഭവിക്കുന്നതാണ്. ഓക്കെ, അവർ നിങ്ങളുടെ മുന്നിൽ വന്ന് മാപ്പ് പറയുന്നതായിരിക്കും. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ 9 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇപ്പം നിങ്ങൾക്ക് സാമ്പത്തികമായി എല്ലാ കാര്യങ്ങളും ഉണ്ട്, നിങ്ങൾ നല്ല ഉയർച്ചയുടെ വാക്കിലാണ്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറ്റുള്ള വ്യക്തികളുണ്ട്, നിങ്ങളുടെ ഫാമിലി പരമായിട്ടെല്ലാം നിങ്ങൾ നല്ല ഗ്രോ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഗ്രോത്ത് ഉണ്ട്. നിങ്ങളിപ്പം ഏത് സിറ്റുവേഷനിലാണോ ആ സിറ്റുവേഷനിൽ നിങ്ങൾ സന്തോഷത്തിലാണ് എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നു. കാരണം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒറ്റപ്പെട്ട അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ പേഴ്സണെ സപ്പോർട്ട് ചെയ്യുവാനൊന്നും ആരുമില്ല. ചിലപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ പൈസയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങളെല്ലാം മറ്റുള്ളവർ ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ മാനസികമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒറ്റപ്പെട്ട അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങൾ ഹാപ്പിയായിരിക്കുന്നു, നിങ്ങളുടെ ഫാമിലിയുമായിട്ട് നിങ്ങൾ സന്തോഷത്തിലായിരിക്കുന്നു എന്നൊക്കെ നിങ്ങളുടെ പേഴ്സൺ കാണുന്നുണ്ട്. അത് കണ്ടിട്ട് നിങ്ങളിലേക്ക് കടന്നു വരണം, നിങ്ങൾക്കൊരു കുലുക്കവുമില്ല, നിങ്ങൾ സന്തോഷത്തിലാണ് എന്ന് നിങ്ങളുടെ പേഴ്സൺ തെറ്റിദ്ധരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഉള്ളുകൊണ്ട് വിഷമിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ അതൊന്നും നിങ്ങൾ പ്രകടമാക്കുന്നില്ല. നിങ്ങൾ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വന്നാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇപ്പോൾ ഹെർമിറ്റ് മൂഡിലാണ്, ആകെ മാനസികമായും തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ വെയിറ്റിങ്ങിലാണ്, നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണ്. ഓക്കെ, 10 ഓഫ് വാൻഡ്സ് ആണ്. ചില കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറയണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ സഹിക്കുന്നതിലും അപ്പുറം ബേർഡൻ അവരുടെ ലൈഫിൽ, പേഴ്സണൽ ലൈഫിൽ അവരനുഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുമായിട്ട് ചില കാര്യങ്ങൾ ഷെയർ ചെയ്യണം, നിങ്ങളുമായിട്ടൊന്ന് മനസ്സ് തുറക്കണം. അവരുടെ ചുറ്റും അവർക്ക് മനസ്സ് തുറക്കാൻ, അവരുടെ മനസ്സിലെ ഭാരം പങ്കുവയ്ക്കാൻ ആരുമില്ല. ചില രഹസ്യങ്ങൾ, ചില കാര്യങ്ങൾ നിങ്ങളോട് മാത്രമേ നിങ്ങളുടെ പേഴ്സണ് തുറന്നു പറയാൻ കഴിയുന്നുള്ളൂ. അവർ ഏത് അവസ്ഥയിലായിരുന്നാലും അവരുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന കാര്യം അവിടെ തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് മറ്റെന്ത് ലഭിച്ചിരുന്നാലും അവരുടെ ഉള്ളിലെ ഭാരം കാരണം അവർക്ക് ഒന്നും സന്തോഷിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അവർ നിങ്ങളിലേക്ക് കടന്നു വരണമെന്നും നിങ്ങളുമായിട്ട് കുറച്ച് നേരം സംസാരിക്കുമ്പോൾ അവർക്ക് സമാധാനം ലഭിക്കുമെന്നും അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങളെ കാണണമെന്നും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യണമെന്നും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് സോഡാണ്. ഇതെല്ലാം നിങ്ങളുടെ പേഴ്സൻ്റെ ചിന്തകളാണ്, എനർജിയാണ്. എന്നാൽ നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്യുന്നതായിട്ടുള്ള ഒരു വ്യക്തി ഇതിൻ്റെ ഇടയിൽ ഉണ്ട്. ഓക്കെ, 8 ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും നിങ്ങളുടെ ഇടയിൽ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ വഴക്കും പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആരാണെങ്കിൽ തന്നെയും, ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം, ചിലപ്പം പേരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആയിരിക്കാം, ആര് തന്നെ ആയിരുന്നാലും അതിൽ നിന്ന് പുറത്ത് കടക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ 8 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പുറത്ത് കടക്കുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ ചില വ്യക്തികൾക്ക് നിങ്ങൾ തങ്ങളിൽ ചില അടിപിടി അല്ലെങ്കിൽ ചില സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സംസാരങ്ങളിൽ നിന്നും പുറത്ത് വരുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യുകയാണ്. ഇതുവരെ സമയം ഇപ്പോൾ അനുകൂലമല്ല, സമയം അനുകൂലമായി വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം മറന്നു പോകും. അപ്പോൾ കുറച്ച് അതിൻ്റെ ദേഷ്യവും കാര്യങ്ങളൊക്കെ ഒന്ന് അടങ്ങുമ്പോൾ നിങ്ങളെ വന്ന് ഫേസ് ചെയ്യാം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. അപ്പോൾ യൂണിവേഴ്സ് ഇന്ന് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. യൂണിവേഴ്സിൻ്റെ ഗിഫ്റ്റ് ആണ് ഇവിടെ 6 ഓഫ് സോഡ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും അകന്നു പോയ വ്യക്തി തിരിച്ച് നിങ്ങളിലേക്ക് കടന്നു വരികയാണ്. എന്താണോ നിങ്ങൾ ഈ ഒരു സമയം ചലഞ്ച് ചെയ്തിരുന്നത്, ഇത്രയും നാളും നിങ്ങൾ ചെയ്തിരുന്ന ചലഞ്ചിങ്
അവസാനിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണ്. ജസ്റ്റിസ് ആണ് ലഭിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങളിൽ നിന്നും അകന്നു പോയ വ്യക്തിയായിരുന്നു. ഓക്കെ, നിങ്ങളെ വേണ്ട എന്ന് ഉപേക്ഷിച്ച് നിങ്ങളിൽ നിന്നും ദൂരേക്ക് മാറിയ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് യൂണിവേഴ്സ് തരുന്ന ഗിഫ്റ്റ്. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റിസ്, നിങ്ങൾക്ക് നീതി ലഭിക്കാൻ പോകുന്നു. നിങ്ങൾ എന്തെങ്കിലും ചെയ്യാത്ത തെറ്റുകൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് നല്ലതിനായിട്ട് തീരുന്നു. ഇവിടെ ഉണ്ട് ഒരുപാട് ഓളങ്ങളും പ്രശ്നങ്ങളും ഉള്ള സ്ഥലത്ത് നിന്നും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരുപാട് ഓളം ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ സംഭവിച്ച സ്ഥലത്ത് നിന്നും തിരിച്ച് സമാധാനമായിട്ട് എത്തിയിരിക്കുന്നു. ഓക്കെ, ചില ഫാമിലികളെ കാണുന്നു. ചില ഫാമിലി ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് ഇന്നേ ദിവസം ഒരു റീയൂണിയന് സാധ്യത 100% കാണിക്കുന്നുണ്ട്. താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾക്ക് ഇപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. യൂണിവേഴ്സ് ഇപ്പോൾ അനുകൂലമായ സാഹചര്യമാണ് നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത്. ഓക്കെ, ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും മാറി എല്ലാം ഒരു പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. ഓക്കെ, 5 ഓഫ് വാൻസിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഇന്ന ദിവസം നിങ്ങൾക്ക് എന്തായിരുന്നാലും ഒരു കോൾ മെസ്സേജുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ സംസാരങ്ങൾ ഒന്ന് സൂക്ഷിക്കുക എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, സമയം അനുകൂലമായി വരും. 5 ഓഫ് വാൻസിൻ്റെ കാർഡ് വീണ്ടും വന്നിരിക്കുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ ആ ഒരു സമയം ഇന്ന് വരുന്ന കോള് മെസ്സേജ് നിങ്ങൾ സൂക്ഷിക്കുക. ചിലപ്പോൾ ഈ എനർജി ഇന്നലെയോ ഇന്നോ 2 ദിവസം മുന്നേ കടന്ന എനർജി ആയിരിക്കാം. ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ആ വിഷമങ്ങൾ അല്ലെങ്കിൽ ആ വഴക്ക് അങ്ങനെയുള്ള സംസാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ കിടന്ന് റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഇപ്പോൾ ഈ എനർജി വന്നിരിക്കുന്നത്. എന്തെങ്കിലും വഴക്കോ എന്തെങ്കിലും നിങ്ങളുടെ റിലേഷനിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റുക. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരാതിരിക്കുക. 7 ഓഫ് വാൻഡ്സ് നോക്കാം. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 7 ഓഫ് വാൻഡ്സ് വന്നിരിക്കുന്നത്? ദ മൂണാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇപ്പം നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് എല്ലാ വിഷമങ്ങളെയും നിങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് യാതൊരു പ്രശ്നങ്ങളും വരാതെ വണ്ണം നിങ്ങൾ സെൽഫ് കോൺഫിഡൻസ് എടുത്തിരിക്കുന്നു. നിങ്ങൾ ഏത് ചാലഞ്ചിനെയും ഫേസ് ചെയ്യാനുള്ള ഒരു പവർ നിങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുന്നു. ഓക്കെ, ദ മൂണാണ് വന്നിരിക്കുന്നത്. ഇത്രയും നാളും നിങ്ങൾ വിഷമിച്ച് മറ്റുള്ളവരുടെ നെഗറ്റീവ് പോസിറ്റീവ് ഉള്ള കാര്യങ്ങളെല്ലാം കേട്ട് സ്വയം തകർന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു പവർ വന്നിരിക്കുകയാണ്. യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ടാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങളിപ്പം സ്ട്രോങ് ആയ ഒരു വ്യക്തിയാക്കി തീർത്തിരിക്കുന്നു. യൂണിവേഴ്സിൻ്റെ ശക്തി നിങ്ങളുടെ കൂടെ ഉണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ 8 ഓഫ് വാൻഡ്സ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് കിങ് ഓഫ് പെൻഡിക്കിളാണ്. നിങ്ങളുടെ ലൈഫിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു മെസ്സേജ് കോള് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണോ നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുന്നത് ആ ടെൻഷനെല്ലാം മാറാൻ പോവുകയാണ്. ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോകുന്നുണ്ട്. സ്പീഡിന് എന്താണോ 8 ഓഫ് വാൻഡ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു സ്പീഡിന് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു കാര്യം നിങ്ങളുടെ വന്നു ചേരാൻ പോകുന്നു. ഒരു യാത്ര കാണുന്നുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും പോവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരുന്നതാണ്. ചില സാമ്പത്തികപരമായിട്ടാണെങ്കിലും ചില ജോലിക്ക് തടസ്സമായിട്ട് മുന്നോട്ടൊരു ഇതും കാണാതെ നിങ്ങൾ നിൽക്കുന്നൊരു സാഹചര്യമാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ. ചില കാര്യങ്ങൾക്ക് വേണ്ടി ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ ചില കാര്യങ്ങളിൽ നിങ്ങൾ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ അതിന് ഇന്ന ദിവസം തന്നെ നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഉടൻ തന്നെ ഈ റീഡിങ് കണ്ടു തുടങ്ങി ഉടൻ തന്നെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ, ഈ റീഡിങ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നെങ്കിൽ മാത്രമായിരിക്കും യൂണിവേഴ്സ് ഇത് നിങ്ങൾക്ക് നൽകുന്നത്. യൂണിവേഴ്സ് ഓക്കെ, അടുത്തത് വന്നിരിക്കുന്നത് ക്വീൻ ഓഫ് വാൻഡ്സ് ആണ്. ക്വീൻ ഓഫ് വാൻഡ്സിനെ ക്ലാരിഫൈ ചെയ്തിരിക്കുന്നത് 10 ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും ടെൻഷനിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിന് യൂണിവേഴ്സ് സപ്പോർട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ചില ജോലിക്ക് വേണ്ടി പ്രൊമോഷന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ജോലിക്ക് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നെങ്കിൽ യൂണിവേഴ്സ് ഇന്നേ ദിവസം നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി തരുന്നതായിരിക്കും. ഈ എനർജിയുടെ ബേസിൽ നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങളുടെ കരിയറിൽ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരികയാണ്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. നിങ്ങൾക്ക്
നിങ്ങൾ സമയം അനുകൂലമായിട്ട് വീൽ ഓഫ് ഫോർച്യൂൺ തൊട്ട് താഴെയായിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു കാർഡ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടും സാമ്പത്തിക സംബന്ധമായിട്ടും നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയം നിങ്ങൾക്ക് വന്നിരിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. പേജ് ഓഫ് വാൻഡ്സ് വന്നിരിക്കുന്നു. പേജ് ഓഫ് വാൻഡ്സ് പറയുന്നത് നിങ്ങൾ എന്ത് കാര്യമാണോ നിങ്ങൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നത്, ചില പ്ലാനുകൾ നടന്നിരുന്നത്, ആ പ്ലാനുകൾക്ക് ചില തടസ്സങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു എങ്കിൽ ആ പ്ലാനുകൾക്കുടെ മുകളിൽ കൂടി ഒരു പ്രകാശം വരികയാണ്. യൂണിവേഴ്സിൻ്റെ പ്രകാശമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. എന്ത് ദുർഘടമായിട്ടുള്ള പാതയാണെങ്കിലും ശരി, നിങ്ങൾ അതിലേക്ക് ലക്ഷ്യസ്ഥാനത്തിലേക്ക് ചെന്നെത്തുക തന്നെ ചെയ്യും. അത് എത്രയും പെട്ടെന്ന് വളരെ സ്പീഡിന് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച പ്ലാൻ എന്താണോ ആ പ്ലാൻ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോകുന്നു. ഇത് ചാരിയറ്റാണ് വന്നിരിക്കുന്നത്. ഈ ഓവറോൾ എനർജി നിങ്ങൾ റിലേഷൻഷിപ്പിൻ്റെ ബേസിലാണെങ്കിലും സാമ്പത്തികത്തിൻ്റെ ആണെങ്കിലും കരിയറിൻ്റെ ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ഇടുന്ന കാര്യങ്ങൾ, ഇറങ്ങി പുറപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സക്സസ് ആയി മാറും എന്നാണ് യൂണിവേഴ്സിൻ്റെ മറുപടി. ഓക്കെ, അപ്പം നല്ലൊരു എനർജി തന്നെയാണ്. നിങ്ങൾക്ക് അഫർമേഷൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നതെന്ന് നോക്കുക. റെസനേറ്റ് ആകുന്നെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.